ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിരിയാണിയാണ് ഗൈസ്. ബിരിയാണി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഞങ്ങൾ വീണ്ടും പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുതിയൊരു വ്ളോഗാണ് അല്ലേ. കുറെ കാര്യങ്ങൾ വ്ളോഗ് എടുത്തിട്ട് കുറെ മീൻസ് ഒരു 2-3 ആഴ്ചത്തോളായി ഞങ്ങൾ ചെറിയൊരു എന്താ പ്രശ്നത്തിൽ പെട്ടുപോയില്ലേ. ഇല്ല, ചെറിയൊരു ഹോസ്പിറ്റൽ കേസിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഉഷാറായി വന്നിട്ട് ഞങ്ങൾ വീണ്ടും പിന്നെ സമയം കിട്ടിയിട്ടില്ല ഒന്നിനും. പിന്നെ ലീവില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇന്ന് കണ്ടല്ലേ, അപ്പൊ ജാസിക്കുന്ന ലീവാണ്. അപ്പൊ നമ്മളൊരു ബിരിയാണി ഡേ ഇൻ മൈ ലൈഫ് രാവിലെ എഴുതിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് സാധനം പോയി വാങ്ങി കൊണ്ടുവന്ന് സാധനമൊക്കെ ഉണ്ട്. നമ്മള് എന്താ വാങ്ങാൻ പോയേ? മല്ലിച്ചപ്പില്ലേ, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ ചോദിച്ചാ, റീനൂസിന്റെ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? ചിക്കൻ ബിരിയാണി, കോഴിയൊക്കെ ഇട്ട്. പിന്നെ അവിടെ വെള്ളം തിളപ്പിച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉണ്ടല്ലോ ജാസിയെ, ഞാനുണ്ടല്ലോ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് വെള്ളം? പച്ചവെള്ളം. അപ്പൊ വെള്ളം വെച്ചിരിക്കും ഞാന്. നിങ്ങക്ക് ഇതിന്റെ മൈ ഓൺ റെസിപ്പിയാണ്, നിങ്ങക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഗൈസ്, ഞാൻ ഏലക്ക മന്ത്രികക്കോല് ഉണ്ട് നിങ്ങള്. എന്താ എനിക്ക് ഗ്രാമ്പു പറയാൻ അറിയില്ലേന് കേട്ടോ, കുഞ്ഞുകുട്ടിയായിരുന്നു. അപ്പൊ ഏലക്കയും ഗ്രാമ്പു പട്ടൊക്കെ റെഡിയാക്കി വെച്ചിക്കണ. ഇനി ഇത് ഇതിക്ക് ഇടാട്ടെ നമ്മള്. ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ചോക്കാട് പോയി തിന്നോളിട്ടോ. അങ്ങനെ എടുത്ത് തിന്നു ഞാൻ. നിങ്ങളുണ്ടല്ലോ ആ അരി കഴുകി. ഖുറാനിലുണ്ടോ? ഖുറാനല്ല, മസാല ഏത് മസാല? ഏത് മസാല? അരി കഴിക്കണം. തണുപ്പാണത്. അരി കഴുകിപ്പിച്ച ഞാന് ജാസിനെ കൊണ്ട്. എനിക്ക് നോക്ക്, ഞാൻ എന്തൊക്കെയാ ഇവിടെ സാമഗ്രി സേവനഗിരി ഉണ്ടാക്കി വെച്ചിരിക്കണോ അറിയോ? എന്റെ വിധി, ഞാൻ പണിയെടുക്കണ വിചാരിച്ചിട്ടാ പെണ്ണിനെ കെട്ടിയത്. പണി ഫുള്ള് പണി ഉദ്ദേശിക്കുന്നത്. നമുക്ക് സിമ്മാക്കി വെക്കാം. എനിക്ക് വെള്ളം പറ്റും, വരൾച്ച വരും. അരി കഴുകാൻ ജാസിക്ക് അറിയില്ല എന്റെ അത്ര. ഞാൻ ഇവിടെ തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് അരി കേട്ടെ. തക്കാളി എനിക്ക് അരി നിങ്ങൾ കഴിക്കുക. ഒരാളൊരു പണിയെടുത്താ അത് ഫുള്ളാക്കണം. തക്കാളി നമ്മള് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം ആദ്യം. അതെന്തിനാന്ന് ചോദിച്ചാ ഈ കുനിപ്പ് പോകാൻ. വേസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ വെക്കാം. എന്താണ് പിന്നെ ഇങ്ങനെ കുനുകുനാ കുനുകുനാ സവാള ഗിരിഗിരി തക്കാളി ഗിരിഗിരി അലക്കാന് ഒരു പെണ്ണിനെ കെട്ടണം. അപ്പൊ അയാൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയ പോരെ അല്ലേ? അല്ലേ? ഞാൻ അരി കഴിക്കാതെ പ്രശ്നം ചോദിച്ചാല് അരക്കിലോ അരിയിലും കാക്കി നിലത്ത് പോകും. നിങ്ങൾ വാങ്ങിയ അരിയാണെന്ന് ഓർത്താ മതി. അപ്പൊ പിന്നെ ആ കാക്കിലോ പോയിട്ട് ഒരരി കൂടി നിലത്തേക്ക് പോകില്ല. ഞാൻ അതൊക്കെ പൊറുക്കും, നിലത്തേക്ക് പൊറുക്കും. കാണിക്കാതെ ഞാൻ തക്കാളി ഞാൻ അങ്ങനെ സ്പീഡ് കഴിയും കേട്ടോ. അതിനൊക്കെ വെക്കും കേട്ടോ. കത്തിന്റെ മൂർച്ചം പോയി. ഞാനേ ഈ കത്തിക്ക് തേങ്ങ കെട്ടിയതാ, ഈ കത്തിക്ക്. അപ്പൊ ആരും അങ്ങനെ ചെയ്യരുത്. വെട്ടത്തിയിട്ട് തന്നെ വെട്ടണം. ഇവിടെ വെട്ടത്തില്ല. പിന്നെ ഞാനങ്ങനെ നമ്മള് തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി തക്കാളി ഇൻ ദ പ്ലേറ്റ് ചാടി നമ്മൾ കൈയിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക. പിന്നെ ഇതെന്തിനാ ചോദിച്ചാ ഞാൻ ഇപ്പൊ പറയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് നാരങ്ങ. ഇത് ഇനി കുരു കളയാം. ഇത് ഒരു മൂലക്കൊക്കെ. ഇത് പിന്നെ പച്ചമുളക്. ഇതൊന്ന് കേൾക്കട്ടോ. പച്ചമുളക് ഞാൻ എങ്ങനെ അറിയാ? ഫസ്റ്റ് ഈ തണ്ട് കളയും. കളയൂട്ടോ. ഇത് ഞാൻ കടയിൽ ഉള്ളത് കുരുക്കുരു ഇങ്ങനെ കുടയും. കാരണം എനിക്ക് എരിവ് പറ്റൂല. ജാസ്തിയാണ് ഇതിനൊക്കെ നന്നാക്കില്ല. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. വെള്ളം തിളച്ചു. നമുക്ക് അരി ഇട്ട് കൊടുക്കട്ടോ. ഇതാണ് ഞങ്ങള് വാങ്ങിയ അരി. പേരെന്താ ചോദിച്ചാ
ഇതിനെന്തൊക്കെ വേറെ എന്താ കൂറ ചാടിക്കണം എന്താ കൂറല്ല അത് എന്താ പട്ടിയും ഗ്രാമ്പും പട്ടേ പട്ട മെല്ലെ മെല്ലെ ഇട്ടെടുക്കണം. നമ്മള് സ്പീഡിൽ ഇട്ടാ അതിന് അമ്മക്ക് തന്നെയാണ് കേട് വരാം. എന്താ കജ്ജുള്ളി ഇതില് ബാക്കിയുള്ള അരിയില്ല നമുക്കൊന്ന് വെള്ള ചൊയ്ക്കി എടുക്കാം. ഉള്ളി അരിയട്ടെ ആ ഇത് കത്തി കാണിച്ചതാണ് ഞാനാ ഇതാ ഇവിടുന്ന് ഈ ഉള്ളി വാങ്ങിക്കണ ഈ ഞാനല്ലോ രാത്രി ഉള്ളിയാണേ ഇവിടെ കടി കൊണ്ടുവന്നല്ലോ പച്ചക്കറി രാത്രി എടുത്തതാണ്. പകുതി കേറാം. ഞാൻ വേസ്റ്റ് ഇരിക്കൂട്ടോ അവിടെ പരത്തല്ലേ. അതാണ് ഞാൻ പരത്തുന്ന കുഴപ്പമില്ല. ഓൾക്ക് പരത്തുന്ന ഒരു കുഴപ്പം. നമ്മളിതിങ്ങനെ ഒന്ന് അളക്കാം. ഇതിന്റെ അത്ര എക്സ്പീരിയൻസ് ആയിട്ട് ആരെങ്കിലും ഉള്ളിലൂടെ ആയിരിക്കും. എന്റെ പച്ചാരി എന്തേ എന്റെ പച്ചാരി ഇങ്ങനെ ആ നിങ്ങളെങ്ങാട്ടിലും ഓ എന്റെ പച്ചി നിങ്ങളെങ്ങാട്ടിലും വലിയ കുക്കാണ് അറിയോ. എന്നിട്ടോ ഇതാണ് ഉള്ളി വേസ്റ്റ് നമുക്ക് കളയാം. ശരിക്കരിട്ടോ ശരി തെറ്റക്കണം ഉള്ളി അരിയുമ്പോഴൊക്കെ അങ്ങനെ അറിയില്ല. ശരിക്കും ഉള്ളി അരിയുമ്പോണ്ടല്ലോ നമ്മള് കണ്ണരി അരിയുന്നേക്കാരല്ലേ ഏതോ റീൽസ് പറയണത് കേട്ടോ. എങ്ങനെയാണ് ഉള്ളി വേണ്ടത്? നീളമുള്ളി. അപ്പൊ ടൈം കൊടുക്കും. എന്താ കുഞ്ഞു കുഞ്ഞു പെട്ടെന്ന് എടുക്കും. ആ നീളത്തിനാണ് ഞാൻ അറിയണുണ്ടോ. പ്രൊഫഷണൽ ഉള്ളി അരിയൽ മാൻ. നമുക്കൂടെ പണി വന്നിട്ട് ഹോട്ടലിൽ വല്ല പണിയാണോ ചോദിച്ചില്ല ആൾക്കാർ ഇപ്പോ ചോദിക്കടല്ലോ ഇപ്പൊ എന്താ ചുർച്ചണോ കുറച്ചേരം. ഇതാണ് കറി ലീഫ്. കറി ലീഫ് പറഞ്ഞാൽ കരിയേപ്പിന്റെ ഇല അല്ലേ? മല ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വിചാരിക്കുന്ന ആൾക്കാരല്ല മുതലക്കാരൊക്കെ വിചാരിക്കുന്നത് കറിവേപ്പിലാണ് ഇത് ഉള്ളിയാണ് തട്ടതൊന്നും ആൾക്കാർക്ക് അറിയില്ല. അതല്ലേ ചെറിയ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിലോ അവർക്കൊന്നും അറിയോ തക്കാളി ഉള്ളിയെന്നൊക്കെ. ചെറിയ കുട്ടിയല്ലേ ഓക്കെ നീ കാട്ടിലറിയാ. മറ്റേ ഇതിനെന്താ ഇംഗ്ലീഷ് പറയാ പൊമഗ്രാനറ്റോ. എന്നിട്ട് ഓണെ പഠിപ്പിച്ചു വെച്ചു. അങ്ങനെയല്ലേ ചില വേർഡ്സ് ഒക്കെ നമുക്ക് കുട്ടികളെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഒരാളെ ഉള്ളി അരിഞ്ഞിട്ട് നിലവിളിച്ച് അടുക്കുണ്ട്. തുറന്നേക്കണല്ലേ. അല്ല ഈ മറ്റേ പ്രൊഫഷണലായിട്ട് പറയുന്നുണ്ടല്ലോ ബിരിയാണി ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഉള്ളി ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് കത്തിച്ച പൊട്ടുമല്ലോ. കത്തിച്ചെന്നും പറഞ്ഞു. ചെറിച്ചാണോ കുറച്ചേരം നേരം എവിടെ അറിയില്ല. ഇതാണ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിൽ ഉണ്ടോ അപ്പൊ? അങ്ങനെ ഉണ്ടോ? ഇത് ഇത്ര മതിയോ? ഒരു മാറിട്ട് ഞാൻ പോയിരുന്നു. ഞാൻ ബിരിയാണി ഉണ്ടാക്കി. അല്ല എണ്ണന്റെ അളവ് എനിക്കറിയില്ലേ. മതിയോ? ഓക്കെ ആണോ? നെയ്യൊന്നുമാണോ? അത് നെയ്യിട്ടാണല്ലോ നമ്മള് ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറാണ്. എന്തുണ്ടാക്കുന്നത്? ബിരിയാണി. അതല്ല ഇത്ര മതിയില്ലേ ഉള്ളി വാട്ട. നമ്മള് ഞാൻ എനിക്കറിയാം. രാസി ഉണ്ടാക്കി പറയാനാണ്. നമ്മള് ഫസ്റ്റ് ഉള്ളി ഇടരുത്. ഇത് സിമ്മാക്കി നമ്മള് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണം. ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുക്ക്. അത് കരിയും കരിഞ്ഞിക്കണ്. തിന്നാൻ തരണെങ്കി മേടുക്ക്. പേടിയാണ് കുട്ടിക്ക്. ഞാൻ തൊടുമ്പോ പറയും തൊടാൻ പറ്റില്ല. അത് കരിഞ്ഞ അണ്ടിപ്പരിപ്പ് എന്റെ കൈ പൊള്ളിയാലും കുഴപ്പമില്ലല്ലോ. ഓളെ കൈ പൊള്ളരുത്. അതാണ് അവളെ ലക്ഷ്യം. അവിടുന്ന് മേലെന്നുള്ളി മേന്നുള്ളതല്ല ചാടിയതാണ്. എന്ത് അയിമെന്നുള്ളല്ലേ? കയ്യിലുമെന്ന് ഇതിനെന്തോ ഉണ്ട് കാണുന്നു. കുറച്ച് ഉള്ളി പൊരിച്ചണം. ഈ റൂമ് പണ്ട് ആള് ഒരു ആരോ മരിച്ചിരുന്നല്ലോ. ഏതാ ചേച്ചി ഫുഡ് ഉണ്ടാക്കിയപ്പോ
അണ്ടിമതി പൊട്ടി തെറിച്ചിട്ട് ഈ ലൈറ്റ് ഇട്ടാൽ ഇതിനുള്ളത് അപ്പൊ നമുക്കൊന്ന് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ശരിക്കും ഫുൾ ഓയിലിൽ പൊരിച്ചെടുക്കണ്ടവർക്ക് എടുക്കാൻ. നമുക്ക് അങ്ങനെ എനിക്കങ്ങനെ ഓയിൽ ഇഷ്ടമല്ല. ജാസ്തിക്ക് നല്ല ഓയിൽ വേണം കേട്ടോ. ചോറൊക്കെ ഇടണ്ടേ ഇനി എനിക്ക് നല്ല ഓയിൽ നല്ല വെളിച്ചെണ്ണ വേണമോ? അതെ ഞാൻ അടുത്ത പറഞ്ഞോ. നമ്മൾ കുഞ്ഞി ക്യാരറ്റ് എടുക്കാം. രസം മാറി എന്താ രസം ഇത് കുഞ്ഞു കുഞ്ഞാക്കി ഞാൻ കിട്ടാണ്. ഞാൻ മറന്നിടാൻ. അപ്പൊ കുനുകുനാ ഉള്ളിയാണ് അഴക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ മെയിൻ ഇപ്പൊ കല്യാണത്തിനൊക്കെ ചോറക്കണാരാ? ഇപ്പൊ മുജീബാക്കിയാണ് മെയിൻ ചോറക്കലാരാ ഞങ്ങളവിടെ. മുജീബാക്കി കഴിയുമാക്കി ഓലൊക്കെ ഓൾക്ക് അസിസ്റ്റന്റ് ഉണ്ടാവും. അസിസ്റ്റന്റുമാരാണ് കൂടുതൽ പണിയെടുക്കുക. ചോറാരെ വെക്കുക ഓല്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് എപ്പോഴും മറക്കും. അപ്പം ഇതിങ്ങനെ ഇതങ്ങനെ പൊട്ടണ്. ഉള്ളിമ്മ വെള്ളം ഉണ്ട് തോന്നുന്നു. അത് സിനിമ ആക്കണം. അപ്പം BSNL ഇപ്പൊ ഓഫർ ഇല്ലയോ? വേണ്ട അംബാനിന്റെ അല്ലേ. കുക്കറിൽ വിസിലടുപ്പിച്ചാ മതി അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല അയാളൊക്കെ ശരിക്കും കളിയാക്കണ്ട. ഞാൻ ഒരു നാൾ ഞാനും വലിയൊരു ചെപ്പാകുമല്ലോ. ഒരു ചേച്ചിയൊക്കെ മക്കളെന്താ അത് വെള്ളം പോയിട്ടില്ലല്ലോ എല്ലാത്തിന്റെ. മതി 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 മുരിയണ്ടേ? മതി ആയില്ല മുരിഞ്ഞിട്ടില്ല. അഞ്ഞുകൊണ്ട് മുരിയാം. മതി അത്ര മുരിഞ്ഞാ മതി. ഇത് എങ്ങോട്ടുമ്പോ ഇങ്ങനെ ഇടാനാണേ. നമ്മള് എണ്ണ തീ തന്നെ പോട്ടോ. തുള്ളി ചാടിയാണില്ല. എനിക്ക് ജാസിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കായി ഇത് ചിക്കൻ മസാല. ഇതാണ് മസാല. മസാല ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കണ ബിരിയാണി എന്നുള്ള ജാസി പറഞ്ഞേ. ജാസി ഉണ്ടാക്കണ ബിരിയാണി മെയിൻ ഷെഫ് ഞാനാട്ടോ. മെയിൻ ഷെഫ് ഞാനാണ്. മെയിൻ ഷെഫിന് അവാർഡുണ്ട്, പുരസ്കാരം എന്തൊക്കെ. ഇതാണ് മെയിൻ ഷെഫിന്റെ. അതാരാ? അമ്മായിന്റെ മാപ്പിള. റീമമ്മായിന്റെ. അങ്ങക്ക് ആർക്കെങ്കിലും ഞാൻ ഉണ്ടാക്കണ ബിരിയാണി ഞാൻ ഉണ്ടാക്കണത് കണ്ട് ഇഷ്ടപ്പെട്ടിക്കണെങ്കിൽ കൊല്ലി കുടുങ്ങുവേ പൊടിച്ച് നമ്മള് 2 പച്ചമുളക് ഇട്ട് കൊടുക്കതേക്ക്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ആരോ ബെല്ലടിച്ചു പോയേക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടത്. ഞാൻ ആദ്യം എത്തി. പക്ഷെ ജാസ്തി കണ്ടില്ലല്ലോ. എന്ത് മസാല ഇതല്ല വലുത്. ഇതില് വെളിച്ചമില്ല. അത്ര മതി. അത് മതി. മുജിബല്ലേ? പറയന്നെ മുജിബാക്കാൻ. ഞാൻ മുജിബാക്കാൻ പറഞ്ഞത്. ഇതിൽ കുറച്ച് എണ്ണന്റെ കമ്മി ഉണ്ട്. അപ്പൊ അതിനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അത്ര മതി. അത് ഞാൻ നോക്കുമ്പോ കമ്മിയെന്നു. കുറച്ച് ഹൈ ഫ്ലെയിമിലാക്കി നമുക്കൊന്ന് നല്ലോണം. ആ നമ്മള് ഉപ്പിട്ടിട്ടില്ല കേട്ടോ, മറന്ന് ഞാൻ. ഇത് മതിയാ? എനിക്കറിയില്ല. അത് മതി. എന്താണ് ഈ ഫിജിക്ക് എണ്ണയ്ക്ക് വെള്ളമൊക്കെ ചേർക്കുന്നത് കണ്ടോ? നല്ലോണം വയന്റ് വരും. ഇതുവരെ തിന്നാത്തൊരു സ്പെഷ്യൽ മൂത്ത് വരും. അരി വന്നിട്ടില്ല നോക്ക്. അത് തിന്നല്ലതാ. വെള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി അല്ല, നെയ്ച്ചോറ്. അത് ഞാനാട്ടോ ഊറ്റിയത് ഒറ്റക്ക്.
മറ്റേ കല്യാണത്തിന് ഒരു കിണ്ടല് കാര്യം ഉണ്ട് കേട്ടോ. എനിക്കത് കിണ്ടലാണ്. ഒറ്റക്ക് പറ്റിന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇതിങ്ങനെ ചിക്കിയോണ്ട് കിടക്കാൻ കണ്ടിട്ടില്ലേ കല്യാണ വീട്ടിലൊക്കെ. അങ്ങനെയല്ല, എപ്പോഴും കല്യാണം പോകാനുള്ളല്ലോ. തൽക്കാലം ബിരിയാണി ഉണ്ടാക്കല്ലാരും തൽക്കാലം ഉണ്ടാക്കലുണ്ട്, ആണ്ടിനുണ്ടാക്കലുണ്ട്, കുടിക്കൽ ഉണ്ടാക്കലുണ്ട്. അതോ ഇതിനാണപ്പൊ പൊട്ടിച്ചാ മറന്നോ വരിക. ഉള്ളി ഇങ്ങനത്തെ ഒരു കളറാവണം കേട്ടോ. കണ്ടില്ലേ? എന്നിട്ട് നമ്മള് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതാണ് തക്കാളി. തക്കാളി ഇട്ടിട്ടാണ് വച്ചിളക്കിയ പറയാന്. നടക്കൂല. ഓ വേലക്കുണ്ട് തക്കാളിക്ക്. സാമ്പാർ പൊടി വേണോ? ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, പിന്നെന്താ മഞ്ഞപ്പൊടി ഇടുവോ? മല്ലിപ്പൊടി ഇടുവോ? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഒരു കാര്യം പറഞ്ഞേ, ഞാൻ ഉണ്ടാക്കി തരാം ബിരിയാണി. ഇങ്ങനെ അത് ഇടോ, ഉപ്പിടോ, മുളക് ഇടോ, മല്ലിപ്പൊടി ഇടോ, ഇതൊക്കെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൂടെയോ? ഞാൻ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കണം. തുടങ്ങിയപ്പോ ബിരിയാണി പറഞ്ഞിട്ട് തുടങ്ങി. ഈ ബിരിയാണി ആർക്കും ഉണ്ടാക്കാൻ വയ്ക്കൂലല്ലോ. ആർക്കും ഉണ്ടാക്കാൻ വയ്ക്കൂലല്ലോ. അത് ഉറപ്പല്ലേ? ഈ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയോ? ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല. അയ്യോ ഞാനുണ്ടല്ലോ മദ്രസില് ബസ്സില് ക്യാബിനായിരുന്നു. എനിക്ക് എല്ലാവരും നോട്ടുപോലെ കിട്ടിയത് ഭയങ്കര റങ്കി നമുക്ക് ചാടി കളിക്കുന്നല്ലേ ബസ്സൊക്കെ. എല്ലാരും വീൽ ചെയറിൽ ഇരുന്നാലോ അങ്ങനെ കളിച്ചോളൊക്കെ ഉണ്ട്. പനറ്റീവിലൊക്കെ കളിക്കണ്ടേ ബസ്മുട്ടൊക്കെ അങ്ങനെ പറയുന്നത്. ഇതൊന്ന് കുറച്ചു നേരം നമുക്ക് അടച്ചോക്കാം. തീ കുറച്ചേക്കണോ? കുറച്ചാണ്. ഇതോ കുറച്ചാണ്. ഒരു കപ്പിൽ പാല് പൈസ ഉണ്ട്. ഞങ്ങളൊന്നും തിന്നിട്ടില്ല രാവിലെ. ഞാൻ ഇന്നലെ വെട്ടിയതാണ്. അങ്ങനെ അപ്പൊ കട്ടിങ് കൂടെ എടുക്കുക, അല്ലെങ്കിൽ വെളുക്കും. കരിയുണ്ട് തോന്നുന്നു. എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? അടി കൊടുക്കും. കരിഞ്ഞ പൈസ പറഞ്ഞതോ? കരിഞ്ഞു പറഞ്ഞതോ? അത് ഈ ചട്ടിന്റെ കുഴപ്പാണ്. എത്ര പൈസ നമുക്ക്? എനിക്ക് തോലില്ലാതെ ഇഷ്ടം. ഞങ്ങളൊക്കെ തോലോട് തിന്നല്ലോ. അങ്ങനെയല്ലോ കേട്ടാ. ഒരു കപ്പിൽ പാല് മച്ചനീ ചേർക്കൂ ബ്രോ, മധുരമൽപ്പം ചേർക്കൂ. കരിയപ്പിന്റെ കരിയപ്പിന്റെ ഇഷ്ടമാണ്. കരിയപ്പിന്റെ മല്ലിച്ചപ്പ് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. മല്ലിച്ചപ്പില്ലാതെ ഞാൻ ഒന്നും തോന്നും. ആർക്കാണ് നിന്നിട്ട് അറിയില്ലല്ലേ? അതും കൂടെ അറിയില്ല. ഇതെടുക്കണം. പൈസ കൊടുത്ത് വാങ്ങിയാലത് കളഞ്ഞിട്ടില്ല. കൈ തന്നെ ഉണ്ടല്ലോ. എന്നാലും ഇതെന്താ മല്ലിച്ചപ്പ് കുറച്ച് വന്നിട്ടുള്ളൂ. കാര്യം ചോദിക്കട്ടെ, ഈ ഞാൻ പോയല്ലോ വാങ്ങിയത്. എന്റെ മുന്നല്ല ചേച്ചി കവർക്ക് ഇട്ടത്. അപ്പൊ ഈ നോക്കിയത് ഇല്ല. മറ്റേ ടേസ്റ്റ് ഉണ്ടോ? മധുരണ്ടോ? എന്താ വാങ്ങിയതാ? എന്ത് ഭയങ്കര ഇഷ്ടം. എന്റെ കയ്യില് മല്ലിച്ചപ്പും കത്തിരി
അതിനെന്തോ സുബ്ഹാനല്ലാ ഞാനൊന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ കാണാതെ കുരുവരുന്ന നോട്ടൊക്കെ ഈ പറയും ഏത് മസാല പറഞ്ഞത് മസാലൊക്കെ പറയുന്നുണ്ടല്ലോ ഒരുപാട് പറയാം ഭയങ്കര തണുപ്പുണ്ടല്ലോ ഒത്തക്ക ഭയങ്കര തണുപ്പുണ്ടല്ലോ ഇത് ഇങ്ങനെ അരിഞ്ഞാലും ഞാൻ ബിരിയാണി ചെറുതായി അരിഞ്ഞായിരുന്നോ അരിഞ്ഞുതരാ അങ്ങനെ കാണാൻ രസമല്ല വീഡിയോസിൽ എന്താ ഞാൻ ചോർക്കണായിരുന്നാ കിടങ്ങാറാണ് പറയുമ്പോ ഇന്നലെ കോമഡി ഇന്നലെ ഞാനും യൂറി അവിടെ പോയില്ലേ മാർക്കറ്റിൽ പോയില്ലേ അപ്പൊ ഇങ്ങോട്ട് ചോദിക്കാൻ ചങ്ങായി അതിന്റെ താത്തയാണോന്ന് സത്യം ഞാൻ എനിക്ക് ആഗ്രഹം ഇല്ലാതാണ് അറിയാപ്പോ എന്താ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്റെ പെണ്ണുങ്ങളായിരുന്നു ഞാൻ താത്തയാണ് വിചാരിച്ചായിരുന്നു ഓർക്ക് തോന്നിയാലോ ഇവിടെ ചോദിക്ക എനിക്കോട് ചോദിക്ക അങ്ങനെ നോക്ക് കിടങ്ങാറാവുന്ന കേട്ടോ എനിക്കിഷ്ടം തന്നെയല്ല അപ്പൊ വേണ്ടപ്പോ അല്ല ഓൻ ചോദിച്ചിട്ട് ഞാൻ ചെയ്യാനപ്പോ ഞാൻ ചോദിക്കാൻ അങ്ങനെ എന്റെ താത്തയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് 10-15 വയസ്സായി ഓൾക്ക് ആ 20 വയസ്സായിട്ടുള്ളതാണ് പക്ഷെ കണ്ടാ പറയില്ല അറിഞ്ഞോട് സങ്കടമാണ് മോനെ പക്ഷെ ഓൻ ചോദിച്ചത് എങ്ങനെ എന്നൊരു മാത്രം ചെറുപ്പക്കാരോ ചങ്ങായി കടക്കാരോ ഞാൻ നമുക്ക് കടി പോട്ടോ കൊണ്ടേക്കാന് നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ രസമുണ്ട് പക്ഷെ ചോദിച്ചൊക്കെ ഇഷ്ടപ്പെടില്ല അതല്ലേ ഇതും ഉണ്ടാക്കുന്നത് ആരും പറയും എന്താ കാര്യം നടക്കും ഞാൻ ഇടും സങ്കടം കേട്ടോ ഓൻ കാര്യം പറഞ്ഞതാണേ ഞാൻ എപ്പോഴും കണ്ണാടി പോക്കലിന്റെ മുഖം ഞാൻ ഷാർന്നൊക്കെ എടുക്കുന്നത് ഇത് തെറ്റല്ലേ അതിനൊരു ചോറ്റിൽ ഉപ്പിടാൻ മറന്നു ഗൈസ് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉപ്പിടാൻ മറന്നെങ്കിൽ ഈ ഒരു വിദ്യ ഉണ്ടാന്നാ ഞാൻ ചെയ്തുതരാം കൂടിയ കൂടും അറിയില്ല ഞാൻ ഉണ്ടാക്കണം അറിയില്ല ഒരു വീട് ഉപ്പിട്ടിക്കണോ അതില് മസാലയിൽ എടുക്കണോ ആ ഉള്ളി ഇടുമ്പോ മസാലയിൽ ഉപ്പുണ്ട് ചുമക്കണ്ടല്ലോ പിന്നെ മഞ്ഞൾ എനിക്ക് ബിരിയാണി മഞ്ഞ കളറായിരിക്കും ഗരം മസാല എത്ര ഇടണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയോ മതി കൂടിട്ട ഞമ്മക്ക് ദമ്മിടും അതിന്റെ മേലക്കൂടെ ഇഷ്ടപ്പെട്ടാ ഇനി നമ്മള് ഇതൊന്ന് ഈ പച്ചമണം മാറുന്ന വരെ ഒന്ന് നടത്തി കൊടുക്കട്ടോ അപ്പൊ നിങ്ങള് വിചാരിച്ചു എങ്ങനെ ഈ പൊടികൾ ഇടുമ്പോ പച്ചയാവും അല്ലേ പച്ചമണോ എന്തോണോ ഇവിടൊക്കെ ചിന്തിയിലായി നല്ല ഉപ്പായി വെള്ളത്തില് ഇതിപ്പോ നമ്മള് ഇങ്ങനെ ആക്കി ഇനിയിപ്പോ നമ്മള് വാങ്ങിയേക്കാം തീ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് വാങ്ങിയേക്കാം നമ്മള് തൈര് കഴിക്കണം മുറിയതേ ഇങ്ങനെ കടിച്ചു ഓട്ടത്തിയല്ലേ ഇത് ഇന്നത്തെ തൈര് കടിച്ചോട്ടത്തിയല്ലേ മനസ്സിലുണ്ടാവും ഓട്ടം ഉണ്ടപ്പോ തന്നെ അങ്ങനെ റൊട്ടേഷൻ തെറ്റിയോ കുറച്ച് പൊതിയില കൈ കിടന്നിക്കണ് തൈരിന്റെ മണപ്പെട്ട വിനാഗിരി കുറച്ച് അടക്കി അതിന് പകരം കാരക്ക കാരക്ക എവിടെ കണ്ടില്ലല്ലോ കാരക്ക എവിടെ നാരങ്ങ
ഇനി മുളക് മീനും പൊട്ടിച്ചു ചീത്തൊക്കെ പറയും കേക്ക് പൊട്ടിച്ച 4 വെടിയൊക്കെ തന്നെ ടോക്കോ ടോക്കെന്താ തോക്ക് വല്ല യൂട്യൂബറാണ് ഇതൊക്കെ ഉണ്ടോ നോക്കി കേട്ടോ ഉള്ളിണ്ട് വേറെന്താ ചിക്കൻ ഇട്ടിട്ടല്ല തൈരിയുടെ പൊട്ട എനിക്കറിയില്ല നീ ഉണ്ടാക്കൊക്കെ പോലെ ഞാനൊരു കാര്യം ചെയ്യാം അവിടെ പോയ നല്ല അടിപൊളി ബീഫ് ബിരിയാണി കിട്ടും കണ്ടോ ഞാൻ വാങ്ങിച്ചു കേട്ടോ മറ്റേ സാധനം ഉണ്ട് പീച്ചിനെ കൈയാട്ട് ഇതിന് കുരുവാണോ എന്റെ കുടലൊക്കെ എടുത്തിട്ട് ഞാൻ നെഞ്ഞാ കഴിഞ്ഞിട്ടോ നിങ്ങളോ ഉള്ളി അരിയാ സാലഡ് ചെറുതാക്കിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് സക്കീർ ഭായിന്റെ ഉള്ളി അരി ഇത് ഉള്ളിയരിയൽ കോമ്പറ്റീഷനാന്നല്ല മനസ്സിലായിക്കണ് നിങ്ങള് മെയിനാവാണ് ഉള്ളരിയാണോന്ന് അറിയില്ല നമ്മള് കുനുകുന ഉള്ളരിയാണ് കറുമുറ ഉള്ളരിയാണ് എന്ത് ജാസിയെ എനിക്ക് സാലഡ് നല്ല വേണം ചുർണിക്കാട്ടിൽ സാലഡാ വേണ്ട ജാസിയെ ജാസിയെ ക്യാബേജ് ഇടണോ ഉണ്ടല്ലോ ഇത് പോരെ ഉപ്പിടണ്ടേ നമ്മുടെ ജാസിയെ ഞങ്ങള് ദമ്മിടാൻ പോകുന്നു അത് മതി ഉപ്പുണ്ട് ഞാൻ നോക്കി ചോറില കഴിഞ്ഞ മസാല ഇത് കൂട്ടി കഴിക്കൂലേ ഇതില് മസാല ഒക്കെ ഓക്കെ അല്ലേ നമ്മള് ഇത് ഉണ്ടാക്കി മസാല ഒക്കെ വെന്ത് വന്നിക്കണ ശരിക്ക് നമുക്ക് ദമ്മിടാം അല്ലേ എങ്ങനെ ദമ്മിടണേ കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടേക്ക് കുറച്ച് നെയ്ച്ചോർ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടല്ലേ നമ്മള് ബിരിയാണി ഉണ്ടാക്കുക ഇതിങ്ങനെ ഇവിടെ ഇവിടെ കായോ നെയ്യില്ലാതെ എന്ത് നെയ്ച്ചോർ ബിരിയാണി നെയ്ച്ചോറാന്ന് മറക്കിടക്ക് ഇടക്കിടക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇത് കുറച്ച് മല്ലിച്ചപ്പ് പുതിന പിന്നെ ഉള്ളില്ലേ ഉള്ളി പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല മിക്സ് ചെയ്തത് എന്താ ഒരു ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല നമ്മൾ ഉണ്ടാക്കിയതാണല്ലേ ഇത്രയൊക്കെ ഇടണം വെച്ചറിയില്ല എന്നുവെച്ച് കുറച്ച് കടാനാ പറയത് എന്നോട് ഞാനാണ് ദമ്മിടലൊക്കെ നമ്മള് പിന്നെ ചോറിടാം ഇതില് കൊള്ളൂല തോന്നുന്നുട്ടോ വലിയൊരു ചെമ്പൊക്കെ വാങ്ങാം നമ്മൾ അൽക്കുലത്ത് സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു എത്തിക്കണം അമ്മായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബിരിയാണി അല്ലേ
കഴിച്ചു തുടങ്ങി ഇനി തൊട്ട് ഞായറാഴ്ച പുറത്തുനിന്ന് പോകണ്ടേ കാണാൻ അഴകില്ലേലും നല്ല മുഞ്ചുള്ള ദം ബിരിയാണി. അപ്പൊ നമ്മള് ദമ്മിട്ടുകൊണ്ട് വെച്ചുകണ്. കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങക്ക് തിന്നാൻ തോന്നില്ല? നമുക്ക് ഗ്യാസ് വെക്കാം. ശരിക്കും ഇങ്ങനെ മൈദ കൊട്ടിച്ച് വെക്കണം. എന്തിനാ വിറ്റ് സിമ്മാക്കണ്ടേ? അപ്പൊ നമ്മള് ദമ്മിട്ട് വെച്ചിക്കണേ. അത് ഞാൻ ചോദിക്കും. ദമ്മിട്ട് വെച്ചിക്കണേ. ഇനി നമ്മള് പൊട്ടിക്കുമ്പോ കാണിച്ചുതരാം. ഞാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങുകയാണ്. അപ്പൊ ദമ്മിട്ട സമയം കൊണ്ട് നമ്മള് കുളിച്ച് നിസ്കരിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മള് വിശന്നിട്ട് എത്ര സമയം? 3 മണിയായി. 3 മണി കിടപ്പുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് ചായയും കുറച്ച് മിച്ചറും കഴിച്ചിരുന്നു. ഞാൻ പിന്നെ വത്തക്ക കേട്ടോ, മിച്ചറേ അറിയുന്നില്ല. അപ്പൊ നമ്മള് പൊട്ടിക്കാണ്. കണ്ണൊക്കെ ഇട്ടിട്ടോ ഈറ്റൊക്കെ കൂടി തോന്നുന്നു. ചിക്കൻ വിരിഞ്ഞ് മുട്ട ഇതെന്താ അടച്ച മണം തന്നെയാണല്ലോ. മഞ്ഞ കളറുള്ള ബിരിയാണിക്ക് അതുണ്ടാവും. അത് ഞാൻ കാണിച്ചതാ. ഇനി നമ്മള് കുറച്ച് അരിക്ക് ഇങ്ങനെ ഇട്ടെടുക്കണം. ബിരിയാണി ആണല്ലേ? നല്ല സ്വാദുണ്ട്. ഈ കഴിക്കാതെ സ്വാദുണ്ട് പറഞ്ഞത് എങ്ങനെയാ? ചിലതൊന്നും കഴിക്കേണ്ട ആവശ്യമല്ല, മണം മതി. സ്വാദുണ്ട് പറയാൻ പള്ള വേദനയ്ക്ക് വേഗം കൊണ്ടാ പൊട്ടിച്ചട്ടേ. ഇനി ഇത് പൊട്ടിക്കാണത് ചട്ടിയും കുടിക്കും പൊട്ടിക്കാണല്ലോ. ചട്ടി കുടിക്കല്ലേ? കുറച്ച് പണിയുണ്ടേ. കാണുന്ന വഴിയല്ലേ? നമ്മളിതിന് കുറച്ച് മസാല എടുത്ത് ഇതിക്കിടണം. അപ്പോൾ ബിരിയാണീന്റെ സ്വാദ നമുക്ക് കിട്ടും. നമ്മൾ ഈ കടയത്തെ ബിരിയാണിനെക്കാട്ടിൽ നമ്മളെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും. ആരാ ഉണ്ടാക്കിയേ? അറിയോ? ജാസ്തി തിളക്കിന കാണാനൊക്കെ ചൊറുക്കുണ്ടല്ലേ? കുറച്ച് വളം കേട്ടോ. ജാസ്തിക്ക് ഇത്ര അറിയോ? കുറച്ചുകൂടി ഇട്ടെ? നല്ല വിശക്കില്ലേ? എന്തൊരു പേടി. ടേസ്റ്റ് ഞാനോ ബിരിയാണി വെച്ച് നിങ്ങളപ്പ നിങ്ങക്ക് അറിയില്ല എന്നെ പറ്റി. നമുക്ക് എടുത്തക്കട്ടോ. നാളെ എന്തിക്കും നാളെ രാവിലത്തൊക്കെ ഉണ്ട്. ചിക്കൻ കോഴി ചിക്കൻ ഇനി ചിക്കൻ ജാസിക്ക് ചിക്കൻ. ജാസിക്ക് മസാല കാണത്തുന്നല്ലോ. ജാസിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഇറച്ചിനെക്കാട്ടിൽ മസാല വേണം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എല്ലാ ഇറച്ചിയാവും. ഇത് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമുള്ളൂ കേട്ടോ. ഞാൻ ചോറിനെക്കാട്ടിലൂടെ ഞാൻ പറഞ്ഞില്ലേ. ഇത് ജാസിക്ക് ഇടണോ? നല്ല ഭംഗിയുള്ള ബിരിയാണിയാണ് കേട്ടോ. ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് തിന്നാൻ തോന്നില്ല. ഞാൻ നാട്ടിനടുത്ത് തട്ടിയതാണ്. ഇഞ്ചിയിൽ കണ്ട ഒരു ലോഡ് സാലഡ്. അത് ചോറ് മാറിയിരിക്കുന്നു. ജാസിന്റെ ടേസ്റ്റ് ചെയ്തോക്കാ. കിട്ടത്തില്ല. ഇതാണോ നിങ്ങക്ക് വേണ്ടറിഞ്ഞില്ലേ? ഞാൻ എടുത്തരാം. നിങ്ങൾ ടേസ്റ്റ് ചെയ്തോക്കി. ഒക്കെ കൂട്ടി കഴിക്ക്. ഇത് കുറച്ച് കൂട്ടുക. നിങ്ങളത് വേണ്ടാറിന്റെ വീഡിയോ ഉണ്ട്. ബിരിയാണിക്ക് എപ്പോ തുടങ്ങി അത് നമ്മള് വീഡിയോ എടുക്കണോ? വീഡിയോ എടുക്കുമ്പോ അങ്ങനെയല്ലേ? ഇതിപ്പോ ഞാൻ നാളൊരു ചെമ്മീൻ ബിരിയാണി അല്ല ഉണ്ടാക്കിയില്ലേ ഞാൻ ഒറ്റക്ക്. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ജാസ്തി ഉണ്ടാകുമ്പോഴാണെങ്കിൽ ലേറ്റ് ആവണം. അപ്പൊ ഞാൻ നേരം വൈകിയത് ഉള്ളി ഞാൻ തക്കാളി ഞാൻ ആക്കി കൊണ്ട് ഞാൻ എല്ലാം ഞാൻ തക്കാളി അതൊരു ഇത്ര ബാച്ചിങ്ങനെ അത്ര തക്കാളി മാതൃക കോല് കടിച്ചു. എനിക്ക് കിട്ടിയില്ല മാതൃക കോല്. എനിക്ക് വേണോ അതാണോ? എന്താ മാതൃക കണ്ടിരുന്നോടെ? നമ്മള് ബിരിയാണി ആക്കി തന്നെ വീഡിയോ അതിന്റെ പോയല്ലേ? സമാധാനത്തിൽ ഇന്ന് കഴിക്കട്ടെ. കാരണം രാവിലെ ഒന്നും കഴിക്കാതെ നല്ല വിശപ്പുണ്ട്. ചിലപ്പോ ചെമ്പട്ടി പുള്ളി ഞാൻ നിന്നു. ജാസിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ.
നല്ല ടേസ്റ്റ് ഇല്ലേ? അടിപൊളി ബിരിയാണി ഷോപ്പ് തുടങ്ങാൻ വിചാരിക്കണം ബാംഗ്ലൂര്. ഇനി ഞങ്ങള് സമാധാനത്തിൽ ഇന്ന് തിന്നട്ടെ. വീഡിയോ എടുക്കുന്നോണ്ടാണ് കൊറേ ടൈം ആവണത്. ഇപ്പം 3 മണിക്കാണ് പൊട്ടിച്ചത്, 3:15 ആയിക്കണ്. ഞാൻ നേരത്തെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക അല്ലേ. ഞങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തേക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും ഗായ്സ്.